ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് MVD ലീഡ്സിൽ ലെവൽ 5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ബി, T പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി, വലതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി, ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകാനും നിർദ്ദേശിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. T പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ബി, വാഹനം പുറകിലും മുന്നിലും നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി, അടയാളം മാറ്റൽ. ഓപ്ഷൻ ഡി, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അടയാളം മാറ്റൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, അടയാളം മാറ്റൽ. ഓപ്ഷൻ ബി, ഇടത് വശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി, ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ഡി പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, T പോയിന്റിൽ വാഹനം നിയന്ത്രിക്കാൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, മഴക്കാലത്ത് പകൽ സമയത്ത് കാഴ്ച തീരെ കുറയുമ്പോൾ ഡ്രൈവർ എന്തു ചെയ്യണം? ഓപ്ഷൻ എ, വാഹനം നിർത്തുക. ഓപ്ഷൻ ബി, വൈപ്പർ ബ്ലേഡുകൾ പഴയതല്ലെന്ന് ഉറപ്പാക്കുക. ഓപ്ഷൻ സി, വിൻഡ്സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വാഷർ ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി, വാഹനത്തിൻ്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, വാഹനത്തിൻ്റെ വേഗത കുറച്ച് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ഓപ്ഷൻ ബി, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി, വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി, മറ്റെല്ലാ വാഹനങ്ങളും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ഓപ്ഷൻ ബി, എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്ഷൻ സി, പിന്നിൽ നിന്ന് വരുന്ന വാഹനം മറികടക്കുന്നതിന് അനുവദിക്കുന്നു. ഓപ്ഷൻ ഡി, ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പിന്നിൽ നിന്ന് വരുന്ന വാഹനം മറികടക്കുന്നതിന് അനുവദിക്കുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. ഓപ്ഷൻ ബി, വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. ഓപ്ഷൻ സി, ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാനും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അമിത വേഗതയോ അപകടകരമായതോ ആയ ഡ്രൈവിംഗ്. ഓപ്ഷൻ എ, അധികാരികളിൽ നിന്നും കർശനമായ മുന്നറിയിപ്പിന് കാരണമാകും. ഓപ്ഷൻ ബി, കുറ്റവും ശിക്ഷാർഹവുമാണ്. ഓപ്ഷൻ സി, മറ്റ് റോഡ് ഉപയോക്താക്കളെ ആകർഷിക്കുന്നതാണ്. ഓപ്ഷൻ ഡി, കാലതാമസം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കുറ്റവും ശിക്ഷാർഹവുമാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ക്ലച്ച് റൈഡിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ഇടയ്ക്കിടെ ക്ലച്ച് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി, ക്ലച്ച് പെഡൽ കാലിൽ വെച്ച് വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ സി, ക്ലച്ച് ഒട്ടും ഉപയോഗിക്കുന്നില്ല. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ലച്ച് പെഡലിൽ കാൽ വെച്ച് വാഹനം ഓടിക്കുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, വാഹനം നിർത്തുവാനുള്ള സുരക്ഷിതമായ മാർഗം എന്ത്? ഓപ്ഷൻ എ, ക്ലച്ച് അമർത്തി ബ്രേക്ക് ചെയ്യുക. ഓപ്ഷൻ ബി, ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുക. ഓപ്ഷൻ സി, ഒരേ സമയം ക്ലച്ചും ബ്രേക്കും അമർത്തുക. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി, ബ്രേക്ക് അമർത്തി ക്ലച്ച് ചവിട്ടുകയാണ് കറക്റ്റ് ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം. ഓപ്ഷൻ എ, ബ്രേക്കിനൊപ്പം ഉയർന്ന ടോർക്കുള്ള ഗിയറുകൾ ഉപയോഗിക്കുക. ഓപ്ഷൻ ബി, ബ്രേക്കിനൊപ്പം ടോപ്പ് ഗിയർ ഉപയോഗിക്കുക. ഓപ്ഷൻ സി, ഒരേ സമയം ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി, ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുന്നതോടൊപ്പം ഉയർന്ന ടോർക്ക് ഗിയർ ഉപയോഗിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബ്രേക്കിനൊപ്പം ഉയർന്ന ടോർക്കുള്ള ഗിയറുകൾ ഉപയോഗിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, രാത്രിയിൽ നിങ്ങളുടെ വാഹനം തകരാറിലായാൽ. ഓപ്ഷൻ എ, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, പാർക്ക് ലൈറ്റ് ഓണാക്കുക. ഓപ്ഷൻ ബി, നിർത്തി ചുവന്ന ലൈറ്റ് ഓണാക്കുക. ഓപ്ഷൻ സി, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, ബ്രേക്ക് ലൈറ്റ് ഓണാക്കുക. ഓപ്ഷൻ ഡി, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിർത്തുക, ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, അപകടകരമായ മുന്നറിയിപ്പ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്യുക.
13ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പശു കുറുകെ നിൽക്കുമ്പോൾ ഓപ്ഷൻ എ റോഡിൽ നിന്ന് മാറുന്നത് വരെ കാത്തിരിക്കുക, ഓപ്ഷൻ ബി പശുവിൻ്റെ മുന്നിൽ കൂടി കടന്നു പോകുക, ഓപ്ഷൻ സി പശുവിൻ്റെ പിന്നിൽ കൂടി കടന്നു പോകുക, ഓപ്ഷൻ ഡി ഇടതുവശത്ത് കൂടി കടന്നു പോകുക. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റോഡിൽ നിന്ന് മാറുന്നത് വരെ കാത്തിരിക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്വകാര്യ മോട്ടോർ കാറിൽ ഒലീവ് ഗ്രീൻ പെയിൻറ് ചെയ്യുന്നത് ഓപ്ഷൻ എ അനുവദനീയമല്ല, ഓപ്ഷൻ ബി അനുവദനീയമാണ്, ഓപ്ഷൻ സി പ്രത്യേക അനുമതി ആവശ്യമാണ്, ഓപ്ഷൻ ഡി മോട്ടോർ സൈക്കിളിന് മാത്രം അനുവദനീയമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അനുവദനീയമല്ല. 15ാമത്തെ ക്വസ്റ്റ്യൻ, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഇത് കൂടുതൽ സുരക്ഷിതമാണ് ഏത്? ഓപ്ഷൻ എ ഇൻഡിക്കേറ്ററുകൾ മാത്രം ഉപയോഗിക്കുക, ഓപ്ഷൻ ബി ഹാൻഡ് സിഗ്നൽ മാത്രം കാണിക്കുക, ഓപ്ഷൻ സി ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലും ഉപയോഗിക്കുക, ഓപ്ഷൻ ഡി ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വാഹനങ്ങൾക്ക് മാത്രമേ ഹാൻഡ് സിഗ്നൽ ആവശ്യമുള്ളൂ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇലക്ട്രോണിക് ഇൻഡിക്കേറ്ററുകളും ഹാൻഡ് സിഗ്നലുകളും ഉപയോഗിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഡ്രൈവർ വൺ വേയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഓപ്ഷൻ എ സൈൻ ബോർഡ് വ്യക്തമാക്കിയ ദിശയിൽ മാത്രം ഓടിക്കാം, ഓപ്ഷൻ ബി അടിയന്തര സാഹചര്യങ്ങളിൽ എതിർ ദിശയിലേക്ക് ഓടിക്കാം, സി ഞായറാഴ്ചകളിൽ 2 ദിശയിലേക്ക് ഓടിക്കാം, ഓപ്ഷൻ ഡി വൺ വേയിൽ വാഹനം ഓടിക്കാൻ അനുവാദമില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സൈൻ ബോർഡ് വ്യക്തമാക്കിയ ദിശയിൽ മാത്രം ഓടിക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, ഓപ്ഷൻ ബി വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു, ഓപ്ഷൻ സി വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, ഓപ്ഷൻ ഡി വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി ആണ്, വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ഹാൻഡ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പിന്നിൽ നിന്ന് വരുന്ന വാഹനം മറികടക്കുന്നതിന് അനുവദിക്കുന്നു, ഓപ്ഷൻ ബി വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു, ഓപ്ഷൻ സി നേരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, ഓപ്ഷൻ ഡി വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ചിഹ്നം ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻ എ വാണിംഗ് ലാമ്പ്, ഓപ്ഷൻ ബി റോഡ് സൈൻ, ഓപ്ഷൻ സി ഹസാർഡ് ലാമ്പ്, ഓപ്ഷൻ ഡി ഹാൻഡ് ബ്രേക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാൻഡ് ബ്രേക്ക്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ചിത്രം ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻ എ ഹസാർഡ് ലാമ്പ്, ഓപ്ഷൻ ബി റോഡ് സൈൻ, ഓപ്ഷൻ സി ടയർ മർദ്ദം കുറവാണ്, ഓപ്ഷൻ ഡി ഹാൻഡ് ബ്രേക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ടയർ മർദ്ദം കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് MVD ലീഡ്സിലെ 5ാമത്തെ ലെവലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ലെവലുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.